നിങ്ങളുടെ ഡയറക്ടറുടെ ഫ്ലോപ്പായ സിനിമയെ കുറിച്ച് ഓഡിയൻസിനോട് സമാധാനം പറഞ്ഞു കൊടുക്കണം സാർ. പറയാം പ്ലീസ് പറയാം. ഈ ഡയറക്ടർ ഇത്രയും വലിയൊരു സക്സസ് തന്നപ്പോ ഞാൻ അതിന് പകരമായിട്ട് എന്താ നൽകേണ്ടത്? ചെയ്ത സിനിമയ്ക്ക് ഞാൻ ഈ കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. 1 കോടി രൂപ അഡ്വാൻസും കൊടുക്കാൻ പോവാ. പെങ്ങളെ, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കൂ. അങ്ങനെ പറയാൻ പാടില്ല മോനെ. എന്റെ പെങ്ങളുടെ സമയം കൊള്ളാം. അടുത്ത സിനിമയ്ക്കുള്ള അഡ്വാൻസാ. വേണ്ടെന്ന് പറയല്ലടാ മോനെ. നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ, അത് മറക്കരുത്. സാർ, കാറ് കൊടുക്കുന്നു, ചെക്ക് കൊടുക്കുന്നു, അതൊക്കെ പിന്നെ ആട്ടെ സാർ. എത്രയും പെട്ടെന്ന് പറയും സാർ. ലൈവ് പോയിക്കൊണ്ടിരിക്കുക, സമയം കളയാനില്ല. ഒന്ന് വെറുതെ ഇരിക്കണം. നേരവും കാലവും നോക്കാതാണോ ചോദിക്കുന്നത്? കോൺട്രവേഴ്സി ഫെലം. എടാ മാറാ. ഇതെന്താ കൂട്ടുംപാട്ടോ? അയ്യോ, അമ്മാവൻ പറയുന്ന പോലെ അല്ല, ഇത് സക്സസ് സൗണ്ടാ. ഫാൻസ് അടിച്ചു വിളിക്കുക. അമ്മാവൻ ഉദ്ദേശിക്കുന്ന പോലെ പഴയ കാലത്തെ ആൾക്കാരൊന്നും അല്ല ഇപ്പൊ ഉള്ളത്. ഭയങ്കര ഫാസ്റ്റ് അല്ലേ? സോഷ്യൽ മീഡിയയിലെ വെച്ച് കീച്ചു. സോഷ്യൽ മീഡിയ. നമസ്കാരം സാർ. എടാ നോക്കി, ഇയാൾ എവിടെയോ കണ്ട പോലെ ഇല്ലേ? ഞാനും അത് ആലോചിക്കുന്നു അമ്മാവാ. ഇയാളല്ലേ ഡോക്ടർ ധനരാജ് ചക്രവർത്തി? അങ്ങനെ വരട്ടെ, അത് ശരി അമ്മാവാ. ഒരാളെ പോലെ ലോകത്തിൽ 7 പേരുണ്ടായിരിക്കും എന്ന് പറയാറില്ലേ? ഇല്ല, എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഒന്ന് ചോദിച്ചേ. അത് പിന്നെ നിങ്ങൾ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവാം. എവിടെ വെച്ചാണെന്ന് പറ. എവിടെ വെച്ചെങ്കിലും. അതെന്താ അങ്ങനെ? ഡോക്ടർ ധനരാജ് ചക്രവർത്തി. സാറിന്റെ ഓർമ്മശക്തി കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ ചെയ്തത് ചെറിയ വേഷമാണെങ്കിലും എന്റെ കഥാപാത്രത്തിന്റെ പേര് ഓർത്തിരുന്നല്ലോ. എന്തായി പറയുന്നത്? സിനിമയോട് നിങ്ങൾക്ക് അത്രയ്ക്ക് ആർത്തിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുവരെ ഞാൻ 700 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയാ ചെയ്തെന്നോ ഏത് ക്യാരക്ടറാ ചെയ്തെന്നോ അതിന്റെ പേരെന്താണെന്നോ എനിക്കേ ഓർമ്മയില്ല സാർ. എന്തായാലും നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ മുന്നിൽ തല കൂനിച്ച് കാല് തൊട്ട് വന്നിച്ചു പോകുന്നു സാർ. എന്തായാലും വലിയ നടന. 700 പടം അഭിനയിച്ച ആളുടെ അടുത്ത് നിങ്ങൾക്ക് പണി കിട്ടുകയും ചെയ്തു അല്ലേ? 3 കോടി. നമുക്കകത്തോട്ട് പോകാൻ പോ. ഇതിങ്ങി തന്നേരം ആവശ്യമുണ്ട്. രാമു, എന്താ സാറേ? സാറ് വരുന്നുണ്ട്, നോക്കിക്കോണം. എടാ നോക്കി അമ്മാവാ, അങ്ങോട്ട് നോക്ക്. എന്താ ഇപ്പോ? ഇവര് 2 പേരല്ലേ? ആ 2 പേര് അങ്ങനെ വെച്ച് നോക്കുമ്പോ അതാരാ? ഇയാള് ബ്രോക്കർ, ഇയാള് സർവേയർ. സാർ തൊട്ടടുത്ത് സൈറ്റ് നോക്കാൻ ആള് വരുന്നുണ്ട് സാർ. സാർ ഞാനങ്ങോട്ട് പോട്ടെ. സാർ ഇവിടെ നോക്കൂലല്ലേ? ശരിക്കും അങ്ങനെ തന്നെ ഉണ്ട് അമ്മാവാ. ചോദിച്ചാലോ? എന്നാ ചോദിക്കേ. അത് പിന്നെ സാർ, നിങ്ങള് 2 പേരെയോ എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നുന്നു. സാർ ഞാനൊരു 200 പടത്തിൽ ആക്ട് ചെയ്തിട്ടുണ്ട് സാർ. ദാ അയാളുടെ പടത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സാർ. ദോ ഇയാള് കൂടെ 300 പടം ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ സാറ് ഞങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലല്ലേ സാറേ? 2 പേരും സിനിമയിലാണോ? ഇത് പിടിച്ചേ. ഇനി ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാറ് പടത്തിൽ അഭിനയിച്ച പിന്നെ നാട്ടുകാർ കണ്ടല്ലേ സാറേ മതിയാവൂ. No more questions. Only silence. വെച്ചോ. അതെ മോഹൻ ചേട്ടാ, സാറിനെ ഒന്ന് സ്വീകരിച്ച് കൊണ്ടുപോ. നമസ്കാരം. ഇയാൾ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. നീ കള്ളു വാങ്ങി കുടിച്ചില്ലേ? അയാളെ കള്ളു കുടിച്ച് ഓർക്കുന്നുണ്ട്, പക്ഷെ കൊടുത്തവനെ ഞാൻ ഓർക്കും അമ്മാവാ. 3 കോടി. സൈലൻസ്. വരൂ വരൂ. തല പൊട്ടല്ലേ, മൊട്ടത്തല പൊട്ടും. നമസ്കാരം. വരണം. മോള് മരുമോൻ. അതായത് സാർ, എന്റെ പേര് ഭദ്രൻ, ഇവളുടെ പേര് ഭദ്രമ്മ. നിങ്ങൾ 2 പേരും അവിടെ ഉണ്ടായിരുന്നല്ലേ? ഭദ്രമ്മ, ഭദ്രൻ. ഇപ്പൊ എല്ലാം മനസ്സിലായി. അതല്ല, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്തേ? ആദ്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാം മനസ്സിലായി. തല്ലിന് പകരം തല്ലെന്ന് പറഞ്ഞതാ. നമ്മൾ ആദ്യക്കൊരു പണി കൊടുത്തു, ഇവര് നമുക്കിട്ട് നല്ല പണി തന്നു. ഇപ്പൊ കണക്കെല്ലാം ശരിയായി. ആദ്യ അനുഗ്രഹം നടക്കട്ടെ. തോട്ടത്തില് കാട്ടുപന്നി വന്നു, നടക്ക്. മൈ ഡിയർ വെൽവിഷേഴ്സ്, എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിനെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയണോ
അതോ ഇമോഷൻ എന്ന് പറയണോ അതോ ഡീപ്പ് ഫീലിംഗ് എന്ന് പറയണോ എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, നീ 2 പടം നശിപ്പിച്ചില്ലടാന്ന്. എന്നാൽ എന്നെ അച്ഛൻ അത് മനസ്സുകൊണ്ട് കളിയാക്കിയതല്ല. അച്ഛൻ എൻ്റെ നന്മ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ വീണ്ടും പുറകോട്ട് പോകാതെ മുന്നോട്ട് വരാൻ വേണ്ടി ഓരോ ദിവസവും അച്ഛൻ മനഃപൂർവ്വം പറഞ്ഞതായിരുന്നു അത്. എടാ, നിന്നെ വിശ്വസിച്ച് വരുന്നൊരു പ്രൊഡ്യൂസറിനെ സന്തോഷിപ്പിക്കുകയല്ലാതെ അയാളെ വേദനിപ്പിക്കരുത്. അത് അയാൾക്ക് ഒരിക്കലും നല്ലതല്ല, നമുക്കും നല്ലതല്ല എന്ന് പറയായിരുന്നു. അതാണ് സത്യം. ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തണമെങ്കിൽ അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ ഇക്കാര്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അച്ഛൻ എന്നും പഴയ പോലെ എന്നെ ശകാരിക്കണം. അച്ഛൻ എന്നെ പറയുന്ന വാക്കുകൾ കേട്ട് എനിക്ക് ഇനി ഉയരങ്ങളിൽ എത്തണം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രൊഡ്യൂസർ സാറേ, താങ്ക്സ് ഫോർ സച്ച് എ ബിഗ് സക്സസ്. തുടക്കം മുതലേ നിങ്ങൾ കഥ എന്താന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എനിക്കറിയാം, ഞാൻ എടുത്ത പടങ്ങളിൽ എന്തോ ഒരു കഥയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് സാർ എന്നെ തേടി എൻ്റെ അടുത്ത് വരാൻ കാരണമായത്. സിനിമ 2 തരത്തിലുണ്ട് സാർ. ഒന്ന്, കഥയ്ക്ക് പ്രാധാന്യമുള്ളത്, കഥ മാത്രം തുറന്നു പറയുന്ന പോലെ ഇരിക്കും. 2, കൊമേഴ്ഷ്യൽ സിനിമയാണ്. കഥയോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ അംശങ്ങളും കൂടുതലായിട്ടുണ്ടാവും സാർ. 1-ാം സ്ഥാനത്ത് കല, ആൻ ആർട്ട്. 2-ാമത് ക്യാഷ്. ഇതെൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന സത്യമാണ്. ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്ത പടത്തിന് സാർ എനിക്കൊരു കാർ ഗിഫ്റ്റായിട്ട് തന്നു. അടുത്ത പടത്തിന് 1 കോടി രൂപ അഡ്വാൻസും തന്നു. എൻ്റെ സിനിമയുടെ കഥ ഞാൻ ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ സാർ എൻ്റെ കൂടെ നിൽക്കില്ലായിരുന്നു. സാറിന് ഇഷ്ടപ്പെട്ട കഥയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനും സാറിൻ്റെ കൂടെ നിൽക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കഥ സാറിനോട് പറയാൻ ഞാൻ വളരെ മടിച്ചത്. അങ്ങയോട് ഞാനതിന് മാപ്പ് ചോദിക്കുകയാണ്. എന്നെ വിശ്വസിച്ചതിന് നന്ദിയുണ്ട് സർ. ഈ ഇരിക്കുന്ന എൻ്റെ അമ്മായിപ്പന് ഞാൻ ആരാണെന്നും എന്താണെന്നും ഇപ്പം മനസ്സിലായി കാണും. നിങ്ങളുടെ മകളോടുള്ള നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ മകളുടെ ഭർത്താവിനോടുള്ള വിശ്വാസം, അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെ എൻ്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ എന്റെ മോളുടെ മുഖത്തുള്ള ഈ പുഞ്ചിരി ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന പോലെ നീ നോക്കില്ലേ? അങ്ങനെ എന്നോട് ചോദിച്ചിരുന്നു. ഇത്രയും നന്മയുള്ളൊരു അമ്മയച്ഛനെ ഈ ലോകത്ത് വേറെ ആർക്ക് കിട്ടാനാ? അതിന് ഞാൻ എൻ്റെ ഭാര്യയോട് നന്ദി പറയുന്നു. അത് മാത്രമല്ല അച്ഛ, ഞാൻ അച്ഛൻ്റെ മകളെ പൊന്നുപോലെ നോക്കിയിരിക്കും. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞ വാക്ക് മറക്കാതെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ തലയിൽ തൊട്ടും എൻ്റെ ഭാര്യയുടെ തലയിൽ തൊട്ടും ഒരിക്കലും ഇവളെ വേദനിപ്പിക്കില്ലെന്ന് സത്യം ചെയ്യുന്നു.